നമ്മള് രണ്ടുപേരും മരിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ ജോഡി നമ്പർ 1-ലെ 1-ാം സമ്മാനമായ 1,00,000 രൂപ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. 1,00,000 രൂപയുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതിന് മുമ്പ് എന്റെ ശരീരത്തിലെ നെട്ടും ബോൾട്ടൊക്കെ ഇളകി പോകുന്ന തോന്നുന്നേ. എപ്പോ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ സമ്മാനമായിട്ട് കിട്ടുന്നോ നമ്മുടെ പ്രശ്നങ്ങളും അതോടെ തീരില്ലേ? മോട്ടു, നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്തോ, പക്ഷെ എന്റെ ബാങ്കിയുടെ അടുത്ത് പോലും വരില്ല കേട്ടോ. 1-ാം സ്ഥാനം ഞങ്ങൾക്കായിരിക്കും കിട്ടുക. 1-ാം സമ്മാനമായ 1,00,000 രൂപ ഞങ്ങൾക്കാ കിട്ടുക. ആ പ്രൈസ് ഞങ്ങൾക്കാണ് കിട്ടുക. ഇതിനു വേണ്ടി നിങ്ങൾ ആരും മെനക്കെടണ്ട. ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെയാ. നിങ്ങളിൽ ആരാണ് എന്റെ പാർട്ണർ ആവാൻ പോകുന്നത്? പറയൂ. ബോക്സറേട്ടൻ എന്തിനാ പാർട്ട്ണറ്? ചേട്ടൻ രണ്ടാൾക്ക് സമമല്ലേ? ബോക്സർ ചേട്ടാ, നിങ്ങളൊരു ബോക്സർ അല്ലേ? നിങ്ങൾക്ക് ബോക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഡാൻസ് ഒന്നും വരില്ല. അങ്ങനെയോ? എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്കും അറിയില്ല. ജോഡി നമ്പർ 1 കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു മിക്സ്ഡ് ഡാൻസ് കോമ്പറ്റീഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡാൻസും കളിക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് ഡാൻസ് ജോഡികളെയെല്ലാം പരിചയപ്പെടാം. മോട്ടു പത്ലു, ജട്ക ഗസീറ്റാറാം, ചായക്കടച്ചേട്ടനും പച്ചക്കറി ചേച്ചിയും, ബബിൾ ഗം, പിന്നെ ചിങ്കം, പിന്നെ ജോണും കൂട്ടരും. അവസാനമായി ബോക്സറും. പിന്നെ ആരുമില്ലേ? ബോക്സറേട്ടാ, എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നേ? എനിക്ക് പാർട്ട്ണർ ആവശ്യമില്ല. ഞാൻ രണ്ടുപേർക്ക് തുല്യനാണല്ലോ. സോറി, നിങ്ങൾക്ക് പാർട്ട്ണർ ഇല്ലാതെ ഡാൻസ് കളിക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടി വരും. എന്താ പറഞ്ഞത്? ഇതാ പിടിച്ചോ. ഈ റൗണ്ടിൽ നിന്നാണ് നമ്മൾ സെമി ഫൈനലിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അതിൽ നിന്നും 2 പേര് ഫൈനലിലേക്ക് പോവുകയും ചെയ്യും. എന്റെ തല കറങ്ങും. നല്ല അടിപൊളി അടിയായിരുന്നു. ഇല്ല, ഡാൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെമി ഫൈനലിലേക്ക് 4 ജോഡികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരുകൾ ഞാൻ പറയാം. ആദ്യത്തെ ജോഡി ഡോക്ടർ ജട്ക ഗസീറ്റാറാം, പിന്നെ രണ്ടാമത്തത് ജോണും കൂട്ടരും, മൂന്നാമത്തത് ഇൻസ്പെക്ടർ ചിങ്കമും പിന്നെ അദ്ദേഹത്തിന്റെ ജോഡി ബബിൾ ഗം, പിന്നെ 4ാമത്തെ ജോഡി ആരാണെന്ന് വെച്ചാൽ എന്റെ കാവിലമ്മേ, ഞങ്ങൾക്ക് 1-ാം സമ്മാനം കിട്ടിയ 5 സമൂസ വഴിപാട് കഴിച്ചേക്കാവേ. മോട്ടു പത്ലുവിന്റെ ടീം. Let's start the music. സെമി ഫൈനൽ ഇതാ തുടങ്ങാൻ പോകുകയാണ്.
എന്റെ അമ്മച്ചിയെ ഈ സിംഗ സാർ എന്തൊരു ഡാൻസ് ആണോ കളിക്കുന്നത്. ഇയാൾ ഇങ്ങനെ കളിക്കുവാണെങ്കിൽ നമ്മൾ പുറത്തു പോകുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ വവൾക്ക സാറിനുണ്ടല്ലോ ഡാൻസ് കളിക്കാൻ ഒട്ടും അറിയില്ല. ആ ചിങ്കത്തിനെ എടുത്ത് പുറത്ത് കളയുവാണെങ്കിൽ നമ്മൾ ഈ കോമ്പറ്റീഷനിൽ ജയിച്ചിരിക്കും. എന്റെ അമ്മോ, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എനിക്കും ഡാൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടണം. സെമി ഫൈനലിലെ രണ്ടാം റൗണ്ടിൽ ഏറ്റുമുട്ടുന്നത് മോട്ടു പത്ലുവും പിന്നെ ഡോക്ടർ ജെറ്റ്കെയുടെ ടീമും തമ്മിൽ. സ്റ്റാർട്ട് മ്യൂസിക്. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. ഇതാ ജോണിന്റെ പരിപാടിയാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. കൂട്ടുകാരെ, സെമി ഫൈനൽ ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും ഫൈനലിലേക്ക് 2 ജോഡികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യത്തേത് ജോണും പിന്നെ കൂട്ടരും. രണ്ടാമത്തെ ടീം ആരാന്ന് വെച്ചാ മോട്ടു ആൻഡ് പത്ലു. ഹലോ ബാറ്റ്മാൻ, ഞാൻ ജോൺ ദ ഡോണാണ് സംസാരിക്കുന്നത്. ഇനി നമ്മൾ 1ാം സമ്മാനം വാങ്ങിക്കുന്നത് ആർക്കും തടയാൻ പറ്റില്ല. നിങ്ങളെ തടയുന്നതിന് എത്തിപ്പോയി. എന്റെ പേര് ബാറ്റ്മാൻ എന്നാണ്. സ്നേഹത്തോടെ ആളുകൾ എന്നെ ബാഡി എന്നും വിളിക്കുക. ഓടാൻ ശ്രമിക്കണ്ട. ഓടിയാൽ 4 സൈഡിലും കൊടുങ്കാടാണ്. പത്ലു, നിനക്കറിയാലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്നുള്ള കാര്യം. വേഗം എന്തെങ്കിലും ആലോചിച്ചില്ലെങ്കിൽ പിന്നെ ആ ജോൺ ദ ഡോൺ 1ാം സമ്മാനം വാങ്ങിക്കളയും. ഐഡിയ. ഇത് കേക്ക്. നമുക്ക് ആ കഴുതയുടെ പുറത്ത് കയറി വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. എന്റെ പൊന്ന് കഴുതൻ ചേട്ടാ, ഇത് ലഞ്ച് ടൈം അല്ല. വേഗം ഞങ്ങളെ ഒന്ന് ഡാൻസ് ഹാളിൽ എത്തിക്കൂ. എന്റെ അമ്മേ, ഇത്രയ്ക്ക് സ്പീഡ് വേണ്ടായിരുന്നു. സഹോദരി സഹോദരന്മാരെ, ഇതാ ഫൈനൽസ് തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായി സ്റ്റേജിലേക്ക് വരുന്നത് ജോണും പിന്നെ കൂട്ടരും. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. അവൻ അടുത്ത് തന്നെ നിപ്പുണ്ട്. ഐഡിയ. എന്റെ ബാറ്റ്മാനെ, നിനക്ക് യാതൊരു ബുദ്ധിയില്ലേ? ഇങ്ങനെയാണോ ഞങ്ങളെ പിടിക്കാൻ വരുന്നത്? വരുന്ന സമയത്ത് ഒരു കാറിലൊക്കെ വന്ന് ചേസ് ചെയ്ത് പിടിക്കണ്ടേ? അപ്പോഴല്ലേ അതിനൊക്കെ ഒരു രസമുള്ളൂ. ഗുഡ് ഐഡിയ. നീ മിണ്ടി പോവരുത്. നമ്മൾ നമ്മുടെ അന്തസ് കാത്തു സൂക്ഷിക്കണം. മനസ്സിലായോ? എന്തിനാ ചേസി ചെയ്യുന്നേ? അവർ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ പിടിക്കാതിരുന്നത് എന്താ? അവരെ പോയി പിടിക്ക. ജോണും കൂട്ടരും ഇതാ അതിമനോഹരമായ ഒരു ഡാൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ മോട്ടു പത്ലുവിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അവർ മത്സരം ഉപേക്ഷിച്ച് പോയി എന്നാണ് തോന്നുന്നത്. മോട്ടു പത്ലു അങ്ങനെ ഓടി രക്ഷപ്പെടുന്നവരല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. മോട്ടും പത്ലും പേടിത്തൊണ്ടന്മാരല്ല കേട്ടോ. ഒന്ന് വേഗം ചെയ്യ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉള്ളതാ. മോട്ടുവും പത്ലും ഇതുവരെയും എത്താത്തത് കൊണ്ട് ജോഡി നമ്പർ 1ലെ 1ാം സമ്മാനമായ 1 ലക്ഷം രൂപ मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी।
धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी। ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी। मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी। നല്ല മണം. ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी। मोटू और And the first prize goes to मोटू और पतलू की